ഭൂരിഭാഗം ആളുകളും ഒരു ശിക്ഷയില്ലാതെ തിരിച്ചു വരും. ബാത്റൂമിൽ പോകുമ്പോൾ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിലായാലും എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ പേര് പോലും പല സമയത്തും ഇത്തരത്തിൽ വലിച്ചഴിക്കുന്നുണ്ട്. നടന്മാർ മുഴുവൻ രക്ഷപ്പെടും, സംവിധായകർ പെടും. പറയുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകർ റിസ്ക്കായിട്ടുള്ള വരുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇനി കഞ്ചാവിലേക്ക് കഥ മാറും. ഈ പെണ്ണ് കേസൊക്കെ ഒന്ന് അതൊക്കെ സൈഡാവും. ഇത് മൂന്ന് മാഫിയകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന മാഫിയ അടങ്ങുന്നതായിരിക്കാം. ഈ മട്ടാഞ്ചേരി മാഫിയ പെടും. മട്ടാഞ്ചേരി മാഫിയ പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഒരു തെമ്മാടിത്തരം ചെയ്താലും, അയാൾ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ, അയാൾ ആരെങ്കിലും കൊന്നാലും നിങ്ങൾക്ക് 8-1 പാവം കിട്ടും. 8-1 പാവം ഇവർ ചെയ്യുന്ന എല്ലാത്തിന്റെയും പാവം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കൊടുക്കും. കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ സന്തോഷ് പണ്ഡിത് ഒരു സൂപ്പർ സ്റ്റാർ ആകാത്തതിന്റെ ഒരു വിഷമത്തിലാണ് ഇത് പറയുന്നതെന്ന് ഞാനിപ്പോ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സിനിമ. അതെങ്ങനെയാന്നുള്ള വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ നാളെ സന്തോഷ് പണ്ഡിതിനെതിരെ ഒരു ഇതേപോലെ ഒരു ആരോപണം വന്ന് എങ്ങനെയായിരിക്കും സമീപിക്കുക? സന്തോഷ് പണ്ഡിറ്റിനെ പീഡിപ്പിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനേ പറ്റൂല എന്നാണ്. എല്ലാ രംഗത്തും ഉള്ളത് ഞങ്ങളെവിടെയുണ്ട്, അവിടെയും പീടണം ഇവിടെയും പീടണം. പിന്നെ ഞങ്ങൾ പാവങ്ങൾ നിങ്ങൾക്കും പറഞ്ഞ് മലയാള സിനിമയെ തകർക്കലേ എന്ന് പറയുന്നതിൻ്റെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അവർക്ക് കൊടുക്കുന്ന ബഹുമാനമല്ല ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിന് ജനങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രംഗത്ത് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലിക്ക് പോയി ആ പെൺകുട്ടീൻ്റെ കൈ പിടിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കടന്നു വന്നാലേ ഇത് തരുള്ളൂ എന്ന് പറഞ്ഞു, അതേപോലെ ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സൂപ്പർ നടിയോടും പറഞ്ഞു എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ ആരും ഫ്ലക്സ് വെക്കുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നില്ല. പക്ഷേ ഇവർക്ക് അത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന, അതായത് സിനിമയിൽ പാവങ്ങളെ സഹായിച്ചു, സിനിമയിൽ ഒരു പെൺകുട്ടിക്കെതിരെ അനീതി വന്നപ്പോൾ നിങ്ങൾ കൈകൊത്തി, സിനിമയിൽ ഒരു പെൺകുട്ടിയെ പിടിപ്പിച്ചത് നിങ്ങൾ പോയി കുത്തിക്കൊന്നു എന്നൊക്കെ ചെയ്ത് നമ്മളെ വിചാരം, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു ഓഡിയൻസിൻ്റെ വിചാരം ഇയാൾ ഇവർ സീരിയസ്ലി ഇങ്ങനെയാണ്. ഇപ്പം ഞാനൊരു സൂപ്പർ സ്റ്റാറാണ് ഡയലോഗ് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ പണ്ഡിറ്റിൻ്റെ ഡയലോഗ്, ശരിക്കും അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് എഴുതിയ ഡയലോഗ് ആയിരിക്കും. പ്രാക്ടിക്കലി എൻ്റെ സിനിമയിൽ ഞാൻ തന്നെ എഴുതുന്ന സ്ക്രിപ്റ്റാണ് ഇതുവരെ, പക്ഷെ ഒരു താരത്തിൻ്റെ അല്ല. പക്ഷെ ജനങ്ങളെ വിചാരം എക്സിൻ്റെ ഡയലോഗ് നോക്ക്, എക്സിൻ്റെ കൗണ്ടർ നോക്ക്, എന്ത് എക്സിൻ്റെ കൗണ്ടർ, എക്സ് നേരിട്ടൊരു പത്രസമ്മേളനത്തിന് വന്നാൽ ബൊബബി അടിക്കുന്ന എക്സ് ആയിരിക്കും, പറഞ്ഞിട്ടേ അല്ല. പക്ഷെ നമ്മളെ മനസ്സിൽ എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓവർ ബഹുമാനമാണ് ഇതിലൊരു പ്രശ്നം. ഓക്കെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരാളൊരു പാപം ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു പെർസെപ്ഷനാണ് പറയുന്നത്, ഒരാൾ പാപം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരാളെ കൊന്നു, നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ പുണ്യം പാവം എന്നുള്ളതൊക്കെ വിശ്വസിക്കുന്നവനാണെങ്കിൽ വിചാരിക്കുക ആ കൊന്നവന് പാവം കിട്ടുമെന്നാണ് വിചാരിക്കുക. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇനിയെങ്കിലും മനസ്സിലാക്കും, പാപത്തെ 8 ഡിവൈഡ് ചെയ്യും. ദൈവത്തിൻ്റെ പെർസെപ്ഷനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പാപം ചെയ്താലും പകുതി മാത്രമേ പാപത്തിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 4 അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, അവരെ അങ്ങനെയാക്കി പണം കൊടുത്തവനും 8-1 പാപം കിട്ടുന്നുണ്ട്. നമ്മളെ തോന്നലാണ്. നിങ്ങളിനി എന്തും, നിങ്ങൾ അച്ഛൻ അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, മക്കൾ അറിഞ്ഞിട്ടില്ല, എന്തും ആയിക്കോട്ടെ. കാരണം എന്താണ്, ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ അവർ നന്നാക്കണമായിരുന്നു. ഈ ഭാര്യ ഭർത്താവിനെ പറഞ്ഞ് ഉപദേശിക്കണം. ഉപദേശിച്ചില്ലെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്താലും 8-1 പാപം. നമ്മൾ പറയും അല്ല ചേട്ടാ ഞാൻ ഉപദേശിച്ചു, അല്ലെ എൻ്റെ മകനെ ഉപദേശിച്ചു, മകളെ ഉപദേശിച്ചു, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്ത് പാപം ചെയ്തോ 8-1 പാവം ആ അച്ഛനൊക്കെ കിട്ടുന്നത്. കാരണം നിങ്ങൾ കൂടുതൽ പണം കൊടുത്തു, ആ പണം കൊണ്ട് മകൻ അല്ലെങ്കിൽ മകൾ കഞ്ചാവ് അടിച്ചു, നിങ്ങൾ പണം കൊടുത്തു. അതൊരു പോയിന്റാണ് അവിടെ. ഇതേപോലെ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിലും മനസ്സിലാക്കുക, അയാൾ ഒരു നന്മ ചെയ്തു വിചാരിക്കുക, അയാൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾ വിചാരിക്കുക സൂപ്പർ സ്റ്റാറിന് ഒരു പുണ്യം കിട്ടിയെന്ന്. ഒരിക്കലല്ല, സൂപ്പർ സ്റ്റാറിന് അതിൻ്റെ പകുതി പുണ്യം കിട്ടുന്നുള്ളൂ. അതിലെ 8-1 പുണ്യം ഇയാളുടെ സിനിമ ഇത്രയും കാലം കണ്ട നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ പണമാണ് ഇൻഡയറക്റ്റ്ലി വന്നത്. ഇതേപോലെ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഒരു തെമ്മാടിത്തരം ചെയ്താലും, അയാൾ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്താൽ, അയാൾ ആരെങ്കിലും കൊന്നാലും നിങ്ങൾക്ക് 8-1 പാവം കിട്ടും. കാരണം നിങ്ങളെ പണം കൊണ്ടാണ് അവർ അഹങ്കരിക്കുന്നത്. നിങ്ങളുടെ പണം കൊണ്ടാണ് എവിടെയും ഞാൻ അത് അത്യാവശ്യം വന്നാൽ ഞാൻ കൊന്നു, അതിനെന്താണ്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അവിടെ 10 ലക്ഷം കൊടുക്കേ, ഈ 10 ലക്ഷം എവിടെ നിന്നാണ് വന്നത്, അതിനുവരെയല്ല ഞാൻ സിനിമയിൽ അഭിനയിച്ചില്ല, നിങ്ങൾ ആ സിനിമ കാണുന്നതുകൊണ്ടാണല്ലോ കിട്ടുന്നത്. ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായി, ലോജിക്ക് മനസ്സിലായി.
അപ്പോൾ ഇവിടെ നടക്കുന്ന 8/1 പാപത്തിൻ്റെ ഫലം പ്രേക്ഷകർക്കുമുള്ളതാണ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടോ, സിനിമ കാണാന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 8/1 പാവം ഇവർ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പാവം നിങ്ങൾക്ക് പ്രേക്ഷകർക്കുമുണ്ട്. അതിപ്പോൾ വിജയശ്രീ മരിച്ചാലും ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച്. കാരണം നിങ്ങളാണ് ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറയുന്നതിൻ്റെ റൂട്ട് കോസ് ഇത്രയും അഹങ്കാരികളും ഇത്രയും പ്രശ്നങ്ങളും എന്ത് വന്നാലും ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുണ്ട്, എന്ത് വന്നാലും ഇതുണ്ട്, അതാണല്ലോ അതിൻ്റെയൊക്കെ ഒരു എന്ത് വന്നാലും ഞങ്ങളൊക്കെ നേരിട്ടോളൂ, അവൻ വരട്ടെ, അവനെ ഞങ്ങൾ കൊടുക്കും, മറ്റവൻ പറയും ഓങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ആ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഞങ്ങളിൽ പണമുണ്ട്, ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആരും എടുക്കും, ഞങ്ങൾ സിനിമാക്കാരാണ്, ഞങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ഇത് പ്രിവിലേജ് നിങ്ങളല്ലേ കൊടുത്തത്? ഞാൻ പറയുന്നു, അതിർത്തിയിൽ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഒരു സൈനികൻ, അതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അല്ലേ, കടക്കണിയിൽ നിന്ന് പോലും നമുക്ക് ധാന്യം വിളയിച്ചു തരുന്ന കർഷകൻ, അതും അല്ലെങ്കിൽ ഓട്ടോ കാശിൻ നമ്മളെ ചൊവ്വയിലെല്ലാം ഉപഗ്രഹ വിക്ഷേപണവും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന ശാസ്ത്രജ്ഞർ. ഈ ശാസ്ത്രജ്ഞരൊക്കെ കാരണമാണ് ഇത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ രാജ്യത്തിനോടൊക്കെ ഒരു സ്നേഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കുറേ സൂപ്പർ സ്റ്റാറുകളുള്ളതുകൊണ്ടല്ല, ഈ ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടുപിടിക്കുന്നതുകൊണ്ടല്ലേ. നിങ്ങളൊരു ലോജിക്കലി ചിന്തിക്കൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചാലും മൊബൈൽ വാങ്ങിച്ചാലും ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി അതിലൊരു ചെറിയൊരു പൈസ അമേരിക്കക്കാരന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലുകാരനെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചവനെ കിട്ടുന്നുണ്ട് അല്ലേ, കണ്ടുപിടിച്ചവന് ഒരു ചെറിയ പൈസ കിട്ടുന്നുണ്ട്. അതാണ് ഇത്തെ മെയിൻ. ഇപ്പോഴും നമ്മൾ പറഞ്ഞ രാജ്യങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ആണവായുധം ഉള്ളതാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത് ഇത് ആര് കണ്ടുപിടിച്ചു? ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങളൊരു എക്സ്റേ എടുക്കുന്നു, അപ്പോൾ നിങ്ങൾ പറയും ചേട്ടാ ഞാൻ അവിടെ 150 രൂപ കൊടുത്തു, 250 രൂപ കൊടുത്തു. അത് കഷ്ടപ്പെട്ട് ഒരു കണ്ടുപിടിച്ച ഒരു പെൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട്, അവരവരുടെ ലൈഫ് കളഞ്ഞിട്ട് ആ എക്സ്റേ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവരെയൊക്കെ അല്ലേ ശരിക്കും നമ്മൾ ബഹുമാനിക്കേണ്ടത്? ഞാൻ ഇപ്പോഴും പ്രേക്ഷകരോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ സിനിമാ നടന്മാർക്ക് നടിമാർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ബഹുമാനം കൊടുക്കുന്നത്? ഇവരെന്ത് കോപ്പാണ് ചെയ്തിരിക്കുന്നത് സമൂഹത്തിന് വേണ്ടി? അപ്പം നിങ്ങൾ പറയും സിനിമയിൽ പാവങ്ങളെ സഹായിച്ചു, സിനിമയിൽ ഇങ്ങനെ ചെയ്തു, ആദർശ ഡയലോഗ് പറഞ്ഞു. ഏതെങ്കിലും ജീവിതത്തിലും നടക്കുന്ന ഒരു വിഷയത്തിലും ഒരു അഭിപ്രായമില്ല. ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ സന്തോഷ് പണ്ഡിത് ഒരു സൂപ്പർ സ്റ്റാർ ആകാത്തതിന്റെ ഒരു വിഷമത്തിലാണ് ഇത് പറയുന്നതെന്ന് ഞാനിപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടും അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ ഇതിലൊന്നും പെടുന്നതല്ല, സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണുന്നൊന്നും ഞാൻ പറഞ്ഞു, ജനറലി പറയുന്നുള്ളൂ. ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് പുറത്തു നിന്നുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, ഒരു നിരീക്ഷകൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊരു രാഷ്ട്രീയ നിരീക്ഷകനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ CPM കാരൻ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരൻ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ BJP കാരനാണെങ്കിൽ അതെല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുവേണ്ടി മാത്രം പറയുമ്പോൾ പിന്നെ നിങ്ങൾ അതിൻ്റെ ആളായി മാറി. നിരീക്ഷകൻ എന്ന് പറയുന്ന അങ്ങനെയല്ല. അല്ല, അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ പറയുമ്പോഴും ഇത്ര സമയം ഞാൻ സംസാരിച്ചപ്പോഴും ഇപ്പൊ ഞാൻ പറഞ്ഞു സിനിമാക്കാർക്ക് നിങ്ങൾ ഓവർ ബഹുമാനം കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് സന്തോഷ് പണ്ഡിറ്റാണ്. അല്ലാതെ ഞാൻ പറയണേ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല കേട്ടോ, ബാക്കിയുള്ളവർ ഇങ്ങനെയാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല. അതേപോലെ ഇപ്പോൾ ഈ ആരോപണം ഉണ്ടായ പല നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, മുൻകാലങ്ങളിൽ ഞാനുമായിട്ടൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെറുതെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ചർച്ചയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത്ര സമയമായിട്ടും ആ വ്യക്തിക്കെതിരെ പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് വേണമെങ്കിൽ കിട്ടിയൊരവസരം ഉപയോഗിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ ആരോപണ വിധേയരായ ആളുകൾക്ക് നമ്മളെ പ്രസന്റിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം, ജനങ്ങൾ ഇവർക്ക് ഓവറായി ഇവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തപ്പോൾ ഇവർ വേറൊരു ലോകത്തിലേക്ക് മാറി. ഇതാണ് സംഭവം, റൂട്ട് കോസ് അതാണ്. ഇത് തന്നെയാണ് അന്നത്തെ വിഷയം. ഞങ്ങളെ സിനിമയൊന്നും വലിയ ഇവരൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അഹങ്കാരത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും അങ്ങനെ അല്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷെ ആ കുറച്ചു പേരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ കാണുന്നതൊക്കെ, ഈ പരിധി വിടുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുണ്ട്. ഒരു മാഫിയാണോ ഇതിൻ്റെ പിന്നിൽ? അതല്ല സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ പറയുന്നതാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ 2-3 കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ്? അല്ല, ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇതുവരെ ഇപ്പം ആരോപണ വിധേയരായ ആളുകളുടെ ഒരു ഗ്രാഫ് വെറുതെ രസത്തിനൊന്ന് വരയ്ക്കും. ഇവിടെ ഈ കഞ്ചാവ് അല്ലെങ്കിൽ കള്ളപ്പണം ഇതൊക്കെ നമ്മളെ റിപ്പോർട്ടിലുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ചൊന്നും എവിടെയും പറയുന്നില്ല, വെറും പെണ്ണുപിടുത്തം മാത്രമാണ് ഒരിതിൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സൈഡിൽ എന്തുകൊണ്ട് വരുന്നില്ല? ഒന്ന് പിന്നെ ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ആക്ച്വലി മട്ടാഞ്ചേരി മാഫിയ ഉണ്ടോ? ഞാൻ പറയുന്നു ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നീട് വരുന്ന വിഷയമാണ്. അതേപോലെ കള്ളപ്പണം, ശരിക്കും കള്ളപ്പണം ഉണ്ടോ നിങ്ങളെ ചോദ്യം. ഞാൻ പറയും
ഇപ്പോൾ ഒന്ന് രണ്ട് ഒരു പ്രമുഖ സിനിമ ഈ വർഷം ഇറങ്ങിയത്, വേറൊരാൾ ആ സിനിമയ്ക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു, എൻ്റെ പൈസ തരുന്നില്ല. സിനിമ കാണുമ്പോൾ അതിൽ എഴുതി കാണിച്ചത് നിർമ്മാതാവിൻ ഒരു എക്സ് എന്ന് പറഞ്ഞ നടനാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരാൾ പറയുന്നത് എൻ്റെ പൈസ തന്നില്ല, പൈസയൊക്കെ ഞാനാണ് മുടക്കിയെന്ന്. അപ്പോൾ പൈസ മുടക്കുന്ന ആളുകൾ വേറെ എന്നുള്ള എടുത്തുള്ളൂല്ലേ, മനസ്സിലായി? അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് ഇവർക്കെതിരെ ഇവർ തിരിച്ചു പണി കൊടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പം ഇനി കഞ്ചാവിലേക്ക് കഥ മാറും. ഈ പെണ്ണ് കേസൊക്കെ ഒന്ന് പതുക്കെ സൈഡാവും. കാരണം ഇവർ എൻ്റെ ഒരു തോന്നലാണ്, കാരണം ഇപ്പൊ പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ കണക്ക് തീർത്തേ പറ്റൂ. അതായത് എൻ്റെ പ്രഡിക്ഷൻ ഈ വാറ് ബേസിക്കലി ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലാണോ? ജൂനിയേഴ്സും സീനിയേഴ്സും ഒന്നല്ല, ഇത് മൂന്ന് മാഫിയകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന മാഫിയ അടങ്ങുന്നതായിരിക്കാം. അങ്ങനെ വരുള്ളൂ. എന്താ ഞാൻ പറഞ്ഞ പവർ 50 എന്ന് പറയുമ്പോൾ അത് ഏത് സമയത്തും ഉണ്ടല്ലോ സർ. അത് സിനിമയിൽ മാത്രമല്ല, ഇപ്പൊ രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ. രാഷ്ട്രീയത്തിലും അവർക്ക് നിയന്ത്രിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഈ മൂന്ന് മാഫിയ തമ്മിലുള്ളതാണെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം ഒരു ആംഗിളിലൂടെ മാത്രം നിങ്ങളൊന്ന് ഗ്രാഫ് വരച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം പോകുന്ന ഒരു ടീമിലേക്ക് മാത്രമാണ് വരുന്നത്. ഓക്കെ, ഇനി ഈ ടീം തിരിച്ച് കളിക്കാൻ തുടങ്ങിയാൽ എല്ലാം സംഭവിക്കുക ഇനി ഈ സൈഡായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് സന്തോഷമായിട്ട് പറഞ്ഞ് മനസ്സിലാവും. കഞ്ചാവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കഞ്ചാവും കള്ളപ്പണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ മാഫിയ സ്വിച്ചായി. പിന്നെ ഒന്ന് പെൺവാണിഭം, ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ, ഒന്ന് മയക്കുമരുന്ന്. ഇതിൽ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ചായി കളിക്കും. മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ കാര്യം എല്ലാവർക്കും എല്ലാം അറിയാം. നിങ്ങളേലും തോക്കുണ്ട്, എൻ്റെലും തോക്കുണ്ട്. നീ ഇവിടെ വെച്ചാൽ ഞാൻ ഇവിടെ വയ്ക്കാം. എന്നാൽ കാണുമ്പോൾ കാണാതെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നാൽ നേരിട്ട് വെടിവെക്കണ്ട, ഇവരെ കൊണ്ടൊക്കെ ഒരു അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തൊക്കെ ഒന്ന് ഒപ്പിക്കാന്ന് വരുന്നത്. പക്ഷേ ഇത് ഇവരെ കൈവിട്ടു പോകുന്നൊരവസ്ഥ. ആ കൈവിട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആ ബംഗാളി നടി വന്നിട്ട് എന്നെ പിടിപ്പിച്ചു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സീരിയസ്. കാരണം നമ്മളെവിടെയുള്ളൊരു നടി വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതും ഓക്കെ, എല്ലാം സീരിയസ് ആണ്. പക്ഷേ ബംഗാളിലെ ഇത്രയും ഫേമസ് ആയ ഒരു നടിക്ക് ഇവിടെ വന്ന് ഒരു എക്സ് എന്നുള്ളൊരു സംവിധായകനെതിരെ ഒരു ലോജിക്കലി അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, ഇത് അന്നേ അവർ പറഞ്ഞിട്ടുണ്ട്. അത് തെളിവ് കൊടുത്താലാണ് കേട്ടോ ഇവർ. ഞാൻ പറയുന്നു, അടുത്ത സ്റ്റേജ് ഇവർ ഇതേ നാണയത്തിൽ അങ്ങോട്ട് കൊടുക്കും. കാരണം രണ്ട് മെയിൻ സംഘടനകൾ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഒരു സംഘടനയെ തൊടാൻ ഇവർക്ക് പറ്റൂല, അത് ഡബിൾ സ്ട്രോങ് ആണ്. ഇവരൊരു കളി നടക്കൂല. ഒരു സംഘടന ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ ഓൾറെഡി വീണ് കഴിഞ്ഞു. ആ സംഘടന ഇവർക്ക് വേണ്ടി ഹൈജാക്ക് ചെയ്യാം. അപ്പൊ അവരെ ലക്ഷ്യം കഴിഞ്ഞു. ഈ ഹൈജാക്ക് ചെയ്ത് ചിലപ്പോൾ ഈ സംഘടന കൊണ്ടൊക്കെ എത്രയും വലിയ ഗുണമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഹൈജാക്ക് ചെയ്യുന്നവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ചേട്ടനാണല്ലോ അന്നത്തെ പ്രസിഡന്റ്, ഇതാണ് ഇപ്പൊ ചേട്ടനാണ്. ചേട്ടൻ ശരിക്കും പറഞ്ഞതിൽ എന്താ ഗുണം കാണുന്നത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അല്ല, നമുക്ക് പുറമേ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സംഘടനയിൽ ഇപ്പോൾ സംഘടനയുടെ സെക്രട്ടറി ഞാനാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും വലിയൊരു കാര്യമാണോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എനിക്കറിയില്ല. അപ്പോൾ അതിലെന്തോ ഗുണം ചിലപ്പോൾ ഒരു കാണുന്നുണ്ടാവും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി അവരിത് ഭരിക്കാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ ഭരണം പോകുമെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കൃത്യമായ പണി ഈ സൈഡിൽ നിന്ന് കൊടുത്തിരിക്കും. ഇപ്പോൾ ഒരു ടീമിനെ കുറച്ച് താന്നു പോയിട്ടുണ്ട്. അവർ അതേ നാണയത്തിൽ ഈ സൈഡിലേക്ക് കൊടുക്കും. അപ്പം ഇനി നിങ്ങൾക്ക് തിരിച്ചു കേൾക്കാൻ പോകുന്ന ന്യൂസൊക്കെ എന്താ? ഈ പെണ്ണൊക്കെ ഡിലീറ്റ് ആവും എനിക്ക് തോന്നുന്നു. പിന്നെ കഞ്ചാവും കള്ളപ്പണം നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള വാക്കുകൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. സിനിമ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷൂട്ടിംഗ് നിർത്തി. അവിടെ ഇഡിയുടെ റെയ്ഡ് അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് വന്നു. അല്ല, രണ്ട് രീതിയിൽ വരാം. ഒന്ന്, ഈ നിർമ്മാതാവിനോട് ചോദിച്ചു ചേട്ടന് കിട്ടിയ പൈസ ഇടുന്നാ വന്നത്. ഞാൻ 50 കോടിയുടെ പടം എടുക്കാൻ. ആയിക്കോട്ടെ, നിങ്ങൾ ഇൻകം ടാക്സ് വരെ കൊടുത്തുക്കുന്നു. അല്ല, ഇൻകം ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും നല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഇനി ഈ പലരും സിനിമ എടുക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ്. എല്ലാവരും അല്ല, ചില ആളുകൾ. അല്ല, അതിൻ്റെ നേരത്തെ തെളിവാണ്. നേരത്തെ കേസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. വേറൊരു സിനിമയ്ക്കെതിരെ ഇപ്പോൾ കേസ് പോകുന്നുണ്ട്. ഞാനാണ് പൈസ കൊടുത്ത് എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ പറയാം, എനിക്കിപ്പോൾ ഒരു കഞ്ചാവോ അല്ലെങ്കിൽ അവയവ മാഫിയൻ്റെ ഒരാളാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നടത്തി 20 കോടി ഉറുപ്പിയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന 20 കോടി പൈസയായി, നിങ്ങളെല്ലാം ഒരു 20 കോടി കിട്ടി, നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുക? നിങ്ങളൊന്ന് മാക്സിമം ആലോചിച്ച് നോക്കും. നിങ്ങൾ ആദ്യം പറയും ഞാനൊരു 50 ലക്ഷത്തിൻ്റെ കാർ എടുക്കുന്നേക്ക്. നിങ്ങൾ ആദ്യം പറയാം, നിങ്ങൾ 50 ലക്ഷത്തിൻ്റെ കാർ വാങ്ങിക്കാൻ അവിടെ പോയി, ചേട്ടാ ചെക്കായിട്ട് തരുമോ? അയാൾ അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. നമ്മളിവിടെ നിയമല്ലേ ഭായി, 2 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക? നിങ്ങൾ എങ്ങനെ കൊടുക്കും? കാരണം ഈ പൈസ നിങ്ങൾക്ക് ബാങ്കിലിടാം. ബാങ്കിൽ അവർ ചോദിക്കുക ഈ പൈസ ഇവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ചോദിച്ചാൽ
പെട്ടു. വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോവാ നിങ്ങളുടെ ആഗ്രഹം, 20 കോടിയാണേ. അപ്പോൾ അവർ ചേട്ടാ അത് ഒന്ന് സ്വൈപ്പ് ചെയ്യോ, ഇവിടെ ക്യാഷ് ഇല്ല സാർ. ഇവൻ എവിടെ നിർത്തൂ, ഇവൻ ബാങ്കിലിട്ടാൽ ചോദിക്കൂലേ പൈസ എടുക്കുന്നു. അപ്പോൾ ഈ 20 കോടി എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് വൈറ്റാക്കിയേ പറ്റും എന്ന് കരുതുക. ഒരുത്തൻ അങ്ങനെ ഉണ്ട്. ഏറ്റവും നല്ല വഴിയാണ് സിനിമ. എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾ എൻ്റെ സിനിമയിൽ വന്ന ആളാണ്, ഞാനൊരു ഭൂലോക തരികിടയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ തരുന്ന റിസീറ്റ് എല്ലാത്തിനും തെളിവാക്കാം. നിങ്ങൾക്ക് ഞാൻ 1000 രൂപ തന്നു, ശരി, നിങ്ങൾ പോയതിനു ശേഷം ഞാൻ 1000ൻ്റെ കൂടി ഒരു 0 കൂടി ഇട്ട് 10,000. മനസ്സിലായി? 1 കോടി രൂപയെ നിങ്ങൾ ആക്ച്വലി ചിലവാക്കുന്നുള്ളൂ. പക്ഷേ ഒരു ഏത് അക്കൗണ്ട് ജനറലിൻ്റെ മുന്നിലും ഏത് ഇൻകം ടാക്സിൻ്റെ മുന്നിലും ഏത് EDയുടെ മുന്നിലും ഞാൻ ചെല്ലുകയാണ്, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, 10 കോടി ഞാൻ ചിലവാക്കി. മനസ്സിലായി? ഇനി ഈ സിനിമ തീരുന്നവരെ ഇയാൾ വരരുത്. തീരുന്നവരെ ഈ 2 കോടി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഉത്തരമില്ലല്ലോ. ഈ 20 കോടി ഇങ്ങനെ കൊണ്ട് കയറി കിട്ടിയ സംഗതി, അതാ ഞാൻ പറഞ്ഞു ഇനി തിരിച്ച് പണി കിട്ടാനുണ്ടെന്ന് പറയുന്നത്. സിനിമ നടക്കുന്നതിനിടയിൽ ED വന്നാൽ പെട്ടു. പിന്നെ കേന്ദ്രത്തിനെ കുറ്റം പറയാലോ, കേന്ദ്രം ശരിയില്ല എന്നൊക്കെ പറയണ്ടേ, ആ പോട്ടെ. അല്ലെങ്കിൽ ഇവരെന്നെ കൊടുത്തു കഴിഞ്ഞാൽ പെടുമല്ലോ. അതായത് 2 കോടിക്ക് ഞാൻ എന്ത് ചെയ്തു, 20 കോടീൻ്റെ പടം ചെയ്തു. ഇനി നിങ്ങളൊരു സൂപ്പർ സ്റ്റാറാണ്, അങ്ങനെയൊന്നും ഇവിടെ ആരും ചെയ്യില്ല, എന്നാലും നിങ്ങളിപ്പോൾ ഒരു 7 കോടിയാണ് വാങ്ങുന്നത്. ഞാൻ പറയുകയാണ് ചേട്ടാ 7 ലക്ഷം ഞാൻ എഴുതിയപ്പോൾ ഒരു എഗ്രിമെൻറ്റിന് ബാക്കി ഇങ്ങ് പൈസയായിട്ട് തരാം, അത് ദുബായിലോ അവിടെ ഇവിടെയൊക്കെ തരാം, ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്കെന്തായി, എൻ്റെ 7 കോടിയാണ് വെളുത്ത് കിട്ടിയത്. ഈ 7 കോടിയുടെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന പടമാണെന്നുള്ളതുകൊണ്ട് മാത്രം എൻ്റെ ഈ 20 കോടീൻ്റെ പടത്തിന് എനിക്ക് 25 ലക്ഷം സാറ്റലൈറ്റ് സംതിങ് അത് കിട്ടുന്നത് പ്യുവർ വൈറ്റ് ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിരുന്ന് ഇനി അടുത്ത ഗെയിം, അതായത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സിനിമ. അതെങ്ങനെയാണെന്നൊരു വേറെ ഐഡിയ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഓടുകയാണ്, അപ്പോൾ അവിടെ ആകെ 15 ആളേ ഉള്ളൂ, 600 ആൾ സീറ്റിംഗ് ഉണ്ട്. ഞാനെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ആപ്പ് പ്രകാരം, മനസ്സിലായോ, ബാക്കി 590 10 ആളേ ഉള്ളൂ, 590 ഞാനിവിടെ ഇതാക്കി. ആ തിയേറ്ററിന് അറിയണമെന്നില്ല, അയാൾക്ക് കളക്ഷൻ നോക്കുമ്പോൾ 600 ആളുണ്ട്, അയാൾക്ക് കളക്ഷനിൽ ഓടുന്ന പടമാണ്. എന്നോട് എത്രയോ ഒരു പറഞ്ഞിട്ട് ഇങ്ങനെ, നിങ്ങൾക്കും ചിലപ്പോൾ അനുഭവം ഉണ്ടാവും, ഒരു 10-15 ആൾ മാത്രം തിയേറ്ററിലുള്ള ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സിനിമകൾ പിന്നെ 3 വാരം ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെറുതെ നിങ്ങൾ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഹൗസ്ഫുള്ളാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട ചേട്ടാ അത് 590 ആള് പൈസ കൊടുത്തു, ഒരു വരുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് നോക്കാം. ലേശം ബുദ്ധിയുള്ള ഇൻകം ടാക്സുകാരനാണെങ്കിൽ ഓഹോ അവർ പൈസ കൊടുത്തിട്ട് വന്നിട്ടില്ല, ഈ കേരള സംസ്ഥാനം മൊത്തം ഇങ്ങനെയാണല്ലേ, വെരി ഗുഡ്. എടാ ആ പൈസ അവർ ഏത് നെട്ട് നോക്ക്, എല്ലാം നിർമ്മാതാവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തീർന്നില്ലേ. അതുപോലെ 3 കോടി രൂപയാണ് ഈ രീതിയിൽ നിർമ്മാതാവ് തന്നെ പൈസ ഇടുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും എന്നാലും അയാളെ പൈസ 3 കോടി പോയില്ലേ എന്ന്. ഞാൻ പറയും OTTയിലെ ഇത് വരുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലൊരു ധാരണേൻ്റെ പുറത്താണ് സിനിമയൊക്കെ. അതേപോലെ ഈ ജനങ്ങൾ അറിയാത്ത ഓരോ കാര്യം, സിനിമയ്ക്ക് സാറ്റലൈറ്റ് കിട്ടുന്ന വെച്ചാൽ എനിക്ക് നിങ്ങളായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ശരിക്കും 4 കോടിയാണെങ്കിലും നിങ്ങളതൊരു 8 കോടി ആക്കും, നിങ്ങൾക്കൊരു ചില്ലറ തരും. എല്ലായിടത്തും നടക്കുന്നില്ല, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നടത്താം. എല്ലായിടത്തും അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റിൽ അഴിമതി നടക്കാലോ, ലോജിക്കാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഡേറ്റ് ആ പരിപാടിയൊക്കെ വിട്ടു. കളക്ഷൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ 5 ദിവസം കളക്ഷൻ ഇല്ല. അപ്പോൾ ഇയാളിവിടെ 3 കോടി വെക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ ഞാൻ 10 കോടി വെക്കുകയാണെങ്കിലും 10 കോടി കളക്ഷൻ കിട്ടിയതാ, 10 കോടി ഉണ്ടല്ലേ, എന്നാൽ പിന്നെ നിനക്ക് 12 കോടി എന്നാണ് സാറ്റലൈറ്റ് കിട്ടുമ്പോൾ ഞാൻ കൊടുത്ത 10 കോടി എനിക്ക് ഇവിടെ കിട്ടിയില്ലേ, വൈറ്റായിട്ട് കിട്ടിയില്ലേ, മനസ്സിലായോ? ഇങ്ങനൊരു ഈ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കളികളാണ് ഞാൻ പറയുന്നത്. ഇവർക്കിവിടെ ദേഷ്യം പിടിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾ അങ്ങനെ കേൾക്കാൻ സാധ്യതയുണ്ട്. ചില നിർമ്മാതാക്കളെ സ്പോട്ടിൽ തന്നെ കയ്യാൻ ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ, ഉറപ്പില്ല. കാരണം ഇതിനാകെ ഒരു ഇത് ആവശ്യമുണ്ട്, എന്ത്, സിനിമ തീരുന്നവരെ ഒരു എൻക്വയറിയും വരരുത്. സിനിമ തീരുന്നതിൻ്റെ മുന്നേ വന്നാൽ ഈ പൈസ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ മതി. അതായത് സിനിമ നടക്കുന്നതിനിടയിൽ വരികയാണെങ്കിൽ ചെയ്യാവുന്ന കാര്യം, ഞാനൊരു ഭൂലോക തരികിടയാണെങ്കിൽ ചെയ്യാവുന്ന കാര്യം ഞാൻ പറയും, ചേട്ടാ 2 കോടിയാണ് ആക്ച്വലി ഞാൻ 20 കോടി കൊടുത്തിട്ടുണ്ട്, ചേട്ടാ 2 കോടിയേ ഞാൻ വന്നിട്ടുള്ളൂ. നേരെ തിരിച്ച് ആ സൂപ്പർ സ്റ്റാറിന് 7 ലക്ഷം ചേട്ടൻ ഒന്ന് കൂട്ടി വെക്കുന്നതാണ് 2 കോടി. 2 കോടി എനിക്ക് അവിടുന്ന് കിട്ടിയ ആ പൈസയുണ്ട് എന്ന് പറഞ്ഞാൽ തടി ഊരാം. പക്ഷേ ഞാൻ ആ തെളിവ് പ്രകാരം എല്ലാം ഇങ്ങനെയാണ് കളിച്ചതെങ്കിൽ തിരിഞ്ഞും പോയി. ഇപ്പം നിലവിൽ വേറൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിംഗർ സുചിത്ര
ആഷിഖ് കപൂർ റീമ കല്ലിങ്ങിനെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം ഈ പറഞ്ഞിട്ടുള്ള മട്ടാഞ്ചേരി മാഫിയെ പൂട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കൂട്ടാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അവര് അതിനെ ഒരു നമ്മൾ എന്ത് ആരോപണം കൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ പറയും. അവർക്ക് തെളിവുണ്ടോ എന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. നമുക്കിപ്പോൾ ആരോപണം ആർക്കെതിരെ പറയാമല്ലോ. ഞാനത് ശരിയെന്നോ തെറ്റെന്നോ പറയുന്നില്ല. ഇപ്പോൾ ഇതുവരെ നടന്നിരിക്കുന്ന അവരുടേതടക്കമുള്ള ഏത് ആരോപണത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഞാൻ പറയുന്നത് ആരോപണ വിധേയൻ മാത്രമാണ്. ഇപ്പോൾ എക്സ് നടനെ പീഡിപ്പിച്ചു, നടൻ 20 കൊല്ലം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെയായിരിക്കും 20 കൊല്ലം മുമ്പ് പീഡിപ്പിച്ചതിൻ്റെ തെളിവ് കൊടുക്കാമെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ പറയാം. ഇപ്പം നിലവിൽ ആരോപണ വിധേയരായ ആളുകളുടെ ഭാവി എന്ത് എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ അതിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഭൂരിഭാഗം ആളുകളും, എൻ്റെ പ്രഡിക്ഷനാണ്, ഭൂരിഭാഗം ആളുകളും ഒരു ശിക്ഷയില്ലാതെ തിരിച്ചു വരും. ഇവിടെ റിസ്ക് ഫാക്ടറിൽ നിൽക്കുന്നത് ഞാൻ പറയുന്നു രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ റിസ്ക് ഫാക്ടറിൽ വരുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കാരണം ബംഗാളി നടിയാണ്. ഇത് വീണ്ടും നമ്മൾ ഈ മാഫിയെന്ന് വിട്ട് കളിക്കുന്ന എന്തും പണിയാണ്. ഇവിടുത്തെ ഈ മാഫിയയിൽ ഒരു അറ്റ കൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിലെത്തി, എടാ ഒരു വെടിനിർത്തൽ കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയ ചിലപ്പോൾ പിടുത്തം വിട്ടിട്ടോ, ഞാൻ പറയുന്നത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ല, ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു മയം ഉണ്ടാവും. നടന്മാർ മുഴുവൻ രക്ഷപ്പെടും, സംവിധായകർ പെടും. നോട്ട് ദ പോയിന്റ്. നടന്മാർ മുഴുവൻ രക്ഷപ്പെടും, സംവിധായകർ പെടും. കാരണം സംവിധായകരെ ആ രീതിയിൽ പൊക്കാൻ ഒന്നാമത് അവർക്ക് ആരാധകരെന്ന് പറയുന്ന ആ ലെവലില്ല. അല്ല, ഇതൊക്കെ അല്ലാത്ത എൻഡ് ഓഫ് ദി ഡേ തന്നെയാണല്ലോ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ സംവിധായകന്റെ കേസിൽ ഒരു ബംഗാളി നടി പറയുകയാണ്, അവരുടെ മൊഴിക്ക് ഭയങ്കര വില വരും. കാരണം അവിടെ വന്ന് ഇവിടെ ഒരാൾ പറയുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ അവിടെ സീരിയസ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു, ചെറിയൊരു ശിക്ഷയ്ക്കേ വകയുള്ളൂ. അതേപോലെയുള്ള സംവിധായകരെ പല കേസിലും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ രാധികാജിയും അതേപോലെ ചാർമിള, ഈ നടിമാരുടെ മൊഴിക്ക് നല്ല ഹെവിയാണ് കേട്ടോ. കാരണം പക്ഷെ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ നടന്മാർ ജനറലി രക്ഷപ്പെടുന്നതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മളെ യുവനടൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ അവർ ദുബായി കൊണ്ടുപോയി 6 ദിവസം പിടിപ്പിച്ചെന്നാണ് പറയുന്നത്. ആ കേസ് ഇപ്പോൾ ഒരു കോടതിയിൽ വരികയാണെങ്കിൽ പെൺകുട്ടി പറഞ്ഞത് കുറച്ച് ഹെവിയാണ്. അതായത് ഒരു മയക്കുമരുന്ന് കൊടുത്ത് 6 പേര് 5 ദിവസം പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവപര്യന്തത്തിനും വകയൊക്കെ ഉണ്ട്. അല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്നല്ലല്ലോ. ഇതൊക്കെ തെളിയിച്ചാൽ അത് പക്കയായിട്ട് ആ കുട്ടിക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ വെരി സീരിയസ് ആണ്. പക്ഷെ പക്കയായിട്ടല്ല തെളിയിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു അത് ഊരി വരാവുന്നതേ ഉള്ളൂ. അതല്ല ആ കുട്ടീനെ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ എനിക്കറിയില്ല കേട്ടോ. തെളിവുണ്ടെങ്കിൽ അത് ഹെവിയാണ്, കേസ് ഹെവിയാണ്. പിന്നെ മറ്റേ അലൻസിയർ 3 പേര് കുറച്ച് റിസ്ക് ഫാക്ടറിൽ വരുന്നത് അലൻസിയറുടെ കേസാണ്. ഇത് കുറച്ചും കൂടെ അങ്ങേർക്ക് റിസ്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ പെൺകുട്ടി ഇപ്പം ഈ കമ്മീഷന് മുമ്പ് തന്നെ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ മുമ്പേ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ യുവനടന്റെ കേസിൽ ഈ പെൺകുട്ടി ശരിക്കും ഹേമ കമ്മീഷൻ വരുന്നതിന് മുമ്പ് കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്ലസ് ആണ്. കാരണം ഒരു ജഡ്ജിയുടെ മുന്നിൽ നിങ്ങൾ ഇത് വന്നപ്പോൾ എല്ലാ പെണ്ണുങ്ങളും വരുമ്പോൾ നിങ്ങളും വന്നാണല്ലേ, ഒരു ഇൻഡയറക്ട്ലി ഒരു ചോദ്യം ഉണ്ടാവില്ലേ. അല്ല സാർ, ഞാൻ അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ട് സാർ. അത് സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കേരളത്തിൽ വന്നോ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് സീരിയസ് ആയി എടുത്തില്ല സാർ. ഞാനത് വീണ്ടും കൊടുക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു വിലയുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ഈ അലൻസിയറിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി കൊടുത്തിട്ടുണ്ട്. എന്താ നടന്നതെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അത് സീരിയസ് ആയിട്ട് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കോടതിയിൽ കിട്ടുമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇപ്പോൾ ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിലായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ അറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ കുട്ടി കുറച്ച് ബ്രില്യൻ്റ് ആണ്. അല്ല, ആ കറക്റ്റായിട്ടുള്ള ദിവസം കൊടുത്തു, അദ്ദേഹം നിന്ന റൂം കൊടുത്തു. ശരി, അപ്പോൾ ഇനി കണ്ടില്ല കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തെളിവായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, സമ്മതിച്ചു. ആ വ്യക്തി എൻ്റെ റൂമിൽ വന്നു, ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാം? പ്രൂവ് ചെയ്യാം, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. ഫോറൻസിക് എങ്ങനെയാണ് അത് ഞാൻ പറയുന്നത് ഏറ്റവും മാക്സിമം ഈ 3 പേർക്കേ ഉള്ളൂ. ബാക്കി ഒരു കേസും എനിക്ക് തോന്നുന്നില്ല അത് എങ്ങനെ ആയിരിക്കും അവരത് പ്രൂവ് ചെയ്യാന്നുള്ളത്. അവരിൽ വരുന്ന തെളിവുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഈ പറഞ്ഞ ലെവലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ രക്ഷപ്പെട്ട് വന്നൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അങ്ങനെ സംഭവിച്ചിട്ടില്ല. എൻ്റെ റൂമിൽ ആരൊക്കെയോ വരുന്നുണ്ട്,
ബാത്റൂമിൽ പോകുമ്പോൾ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷ്വലി എന്ത് തെളിവ് നമ്മൾ കൊടുക്കും. അതെന്തുകൊണ്ട് പിറ്റേ ദിവസം പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു അപ്പം ഈ 3 പേർക്ക് മാത്രം അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 3 പേർക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അന്നേ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ബംഗാളിൽ നിന്ന് ഇവിടെ വരെ വന്നു, ഞാൻ വർക്ക് ഒഴിവാക്കി പോയതാണ് ചേട്ടാ എന്ന് പറഞ്ഞാൽ വന്നതിനും തിരിച്ചു പോയതിനും തെളിവുണ്ട്. ഇവിടെയാണ് ഇവിടെ. അപ്പം എല്ലാം ഇപ്പം കോടതി അവിടെ ലോഡ്ജിൽ CCTV വേണമെന്ന് പറയുന്നില്ല. ഒന്നുകിൽ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് ചെന്നാലല്ലേ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണ്ടേ. ഇതില്ലാത്ത കേസിൽ ഫോറൻസിക് വിഭാഗത്തിന് ഒരു കളി കളിക്കാം, പക്ഷേ എളുപ്പമല്ല. അപ്പം എനിക്ക് തോന്നുന്നു നടന്മാരെല്ലാം എസ്കേപ്പ് ആവാനാണ് സാധ്യതയാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പ്രഡിക്ഷൻ ഇതിലെ 2 സംഘടനയിൽ ഒരു സംഘടന അവർക്ക് കൈവിടും. ഇപ്പോഴത്തെ നിലവിലെ ടീമിന് കൈവിടും, അത് മറ്റേ മാഫിയ മൊത്തമായിട്ട് വിഴുങ്ങും. പിന്നെ കഞ്ചാവ് കേസിൽ അവർ തിരിച്ചു പണി കൊടുക്കാൻ സാധ്യത, പണിയെന്നല്ല ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒന്നുകൂടി അങ്ങ് ഫ്ലാഷ് ആക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ പല സിനിമ സെറ്റും നിൽക്കാൻ സാധ്യതയുണ്ട്. കാരണം കറക്റ്റ് പൈസ നിങ്ങളിൽ കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ചെയ്യാൻ പറ്റുള്ള അവസ്ഥ വരും. അപ്പം മറ്റേ ഒരു മാഫിയൻ്റെ കാര്യത്തിൽ അവിടെ സിനിമേൻ്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്, സിനിമകളുടെ എണ്ണം കുറയും. ഈ സന്തോഷ് പണ്ഡിതിന് അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ലേ? ഞാൻ ഇതുവരെ അമ്മയിൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. അതാണ് സത്യം. ഇപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സിൽ അംഗമാണ് കേട്ടോ, പ്രൊഡ്യൂസേഴ്സിൽ അംഗമാണ്. ഇവിടെ പ്രധാനപ്പെട്ട അതിൽ ഞാൻ വിചാരിച്ചു ഫെഫ്കേലല്ല, ഞാൻ വിചാരിച്ചു ആദ്യം 3 അംഗമായിരുന്നില്ല, ഒരു ഇതിലോ അംഗമല്ലാതെയാണ് ഞാൻ ആദ്യം പോയത്. പിന്നെ ഞാൻ വിചാരിച്ചു പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പണം മുടക്കുന്നതിൻ്റെതാണല്ലോ. ഇപ്പം നിലവില് ഇപ്പൊ സിനിമയിലെ നായികമാരുടെ എണ്ണം നോക്കുവാണെങ്കിൽ സന്തോഷ് പണ്ഡിതിന്റെ സെറ്റിൽ ഒരുപാട് നടിമാര് വർക്ക് ചെയ്യുന്നൊരു സെറ്റാണല്ലോ. ഇപ്പൊ നാളെ സന്തോഷ് പണ്ഡിതിനെതിരെ ഒരു ഇതേപോലെ ഒരു ആരോപണം വന്ന് എങ്ങനെയായിരിക്കും സമീപിക്കുക? അത് സന്തോഷ് പണ്ഡിറ്റിനെതിരെ എന്നല്ല, നിങ്ങൾക്കെതിരെയും വരാം. കേരളത്തിലെ അല്ല, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരവസ്ഥ പ്രകാരം ഇവിടുത്തെ ഏത് പുരുഷനെതിരെയും വന്നൂടെ? നിങ്ങൾക്കെതിരെ വന്ന നിങ്ങൾ എന്താ ചെയ്യാ? അല്ല, എനിക്ക് ജസ്റ്റ് അറിയാൻ ചോദിച്ചെന്നുള്ളൂ. ആരും വരൂല, എന്നാലും ബൈ ചാൻസ് വന്ന നിങ്ങൾ എന്താ ചെയ്യും? എന്തോ തെറ്റില്ലെങ്കിൽ അത് സമീപിക്കും. സന്തോഷ് തെറ്റില്ലെങ്കിൽ അതേപോലെ സമീപിക്കും. മുന്നോട്ട് സന്തോഷ് പണ്ഡിറ്റിനെ പീഡിപ്പിക്കാൻ പറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാനേ പറ്റൂല എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു, 13 വർഷമായിട്ട് ഇന്ന് വരെ അറിയില്ല, ഓവർ കോൺഫിഡൻസ് ഒന്നും ശരിയല്ല. ഇന്ന് വരെ ആരും വന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ 100ഓളം നായികമാരെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് വരെ വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ വരാം, ഒരിക്കലും വരില്ല എന്നൊന്നും ഞാൻ പറയുന്നു. അവനവൻ്റെ ഭാഗത്ത് റെഡിയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ആര് വന്നോ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ എനിക്ക് അവിടെ 2 വീടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ എൻ്റെ 2ാമത്തെ വീട് കൊടുക്കും. മൊത്തം CCTV ഉണ്ട് വീടിൻ്റെ പുറത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ സെറ്റിലായാലും രാവിലെ 7 മുതൽ 9 മണി വരെ നിങ്ങൾ എൻ്റെ സിനിമയിൽ വന്ന ഒരു നടിയാന്ന് സങ്കല്പിച്ചു. ഈ നടി നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ അല്ല, 2ാമത്തെ വീട്, അല്ലെങ്കിൽ ഞാൻ CCTV ഉള്ള ഇത്തിരി ദൂരത്തിൻ്റെ CCTV ഉള്ള ലോഡ്ജേ കൊടുക്കുന്നുള്ളൂ. എന്തിനാന്ന് മനസ്സിലായല്ലോ അല്ല? ശരി. അപ്പോൾ നിങ്ങൾ പറയുന്നു എൻ്റെ സിനിമയിൽ കുറച്ച് ദിവസം അഭിനയിച്ചു, നിങ്ങൾ പറയാണ് ഈ പണ്ഡിറ്റ് പീഡിപ്പിച്ചേ. ഞാൻ സിമ്പിളായി ചോദിക്കും, മോളെ പീഡിപ്പിച്ചൊരു ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു ജനുവരി 5. ശരി, ജനുവരി 5ആണ്. ഞാൻ പോലീസിനോട് പറയും, ചേട്ടാ ഈ ജനുവരി 5 കുട്ടി എന്തൊക്കെയാണ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കുട്ടി ലോഡ്ജിനും സന്തോഷ് പണ്ഡിറ്റ് വീട്ടിലാണ് നിന്ന് രാവിലെ ഞാൻ വന്ന് വണ്ടിയിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, അതിന് തെളിവ് അവിടെയുണ്ട്. അല്ല, ഞാൻ വണ്ടിയിൽ കാരണം ഞാൻ കഴിഞ്ഞ ലോഡ്ജിൽ നിൽക്കാറില്ല, ഞാൻ കഴിഞ്ഞ എൻ്റെ വീട്ടിലേ നിൽക്കാറുള്ളൂ. മനസ്സിലായോ? ശരി, മോളെ എപ്പോഴാണ് പീഡിപ്പിച്ച്? ഉച്ചയ്ക്ക് 1 മണിക്ക്. സർ, 7 മുതൽ 9 മണി വരെ ഈ കുട്ടി അഭിനയിച്ചതിനെ നമ്മുടെ ആ വിഷ്വല് നോക്കിയാൽ കിട്ടും. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ 12 മണിക്ക് അഭിനയിച്ചതും 1 മണിക്ക് അഭിനയിച്ചതും 2 മണിക്ക് അഭിനയിച്ചതും 9 മണി വരെ ഈ കുട്ടി ഈ പറയുന്ന 12:30 ഈ കുട്ടി അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന സ്ഥലത്താണ്, ആ റോട്ടിൽ ഒരു സൈഡിൽ തല്ല് കുട്ടി കാണുകയാണ്. ഇത് ഇവിടുന്ന് അല്ല, പീഡിപ്പിച്ചൊരു സ്ഥലം അറിയണമല്ലോ. സിമ്പിളായിട്ട് ഞാൻ ചോദിക്കും, മോളെ ഈ പീഡിപ്പിച്ചതിനൊരു സ്ഥലം ഉണ്ടാവൂലേ? ഞാൻ എയറിലല്ലല്ലോ പീഡിപ്പിക്കാം. അപ്പോൾ കുട്ടിയൊരു സ്ഥലം പറഞ്ഞേ പറ്റൂ. ശരി, ആ സ്ഥലത്ത് ഞാനില്ലാന്ന് ഞാൻ പ്രൂവ് ചെയ്താൽ പോരെ. ഈ 9 മണി വരെ കഴിഞ്ഞു,
ഇപ്പം നിങ്ങൾ എൻ്റെ ജഡ്ജിയാണ് ഞാൻ പറയും സാർ കഥ കഴിഞ്ഞില്ല, ഈ 9 മണിക്ക് ഈ കുട്ടിയെ ഞാൻ ഇവിടെ കൊണ്ടുപോയി വിട്ടു CCTV ശരി സന്തോഷേട്ടാ ബായ് പോയി. വീണ്ടും സാർ ഞാൻ 7 മണിക്ക് ഈ കുട്ടിയെ അടുത്ത ദിവസം കൊണ്ടുവന്നു. അതിനുശേഷം ഈ കുട്ടി 15-ാം തീയതി വരെ എൻ്റെ സെറ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം സാർ ഞങ്ങൾ ഞാനിപ്പോൾ സോങ്ങൊക്കെ പുറത്തായത് സാർ, ഞങ്ങൾ രാജസ്ഥാനിലാണ് പോയത്. ഈ കുട്ടിയും അമ്മയും കൂടിയാണ് വന്നത്. സാർ ഞങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ രാജസ്ഥാനിൽ പോയാൽ എന്താണ് തെളിവ്? അന്നത്തെ ടിക്കറ്റും എല്ലാം ഞാൻ കൊടുത്തു. അതെങ്ങനെയാണ് വന്നത്? സാർ ആ കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു, ഞാൻ കോഴിക്കോട് നിന്നാണ് കയറിയത്. രാജസ്ഥാനിൽ ഇന്ന സ്ഥലമാണ്, അതും CCTV ഉള്ള സ്ഥലമാണ്. തിരുനൂർത്തിൻ്റെ എല്ലാം അതും ഞാൻ റെക്കോർഡിക്കലേ പോകുന്നുള്ളൂ. അപ്പോൾ ഏത് വന്നാലും എനിക്ക് സിമ്പിളായിട്ട് അല്ല, ഈ കുട്ടി ഞാൻ ഇത്രയും സിമ്പിളായി ചോദിക്കും സാർ 5-ാം തീയതി പീഡിപ്പിക്കപ്പെടുന്ന ഈ ഒരു കുട്ടി 15-ാം തീയതി ഇത്രയും അതിനുശേഷം വളരെ ഹാപ്പി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ അതിൻ്റെ ഉള്ളിലൂടെ ഏതോ ഒരു സമയത്ത് സന്തോഷമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ചെയ്യാമല്ലോ സാർ. പ്രായവൃത്തിയായ ഒരു പെൺകുട്ടി പ്രായവൃത്തിയായ ചെക്കനായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നു പറഞ്ഞത് തെറ്റല്ലല്ലോ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ അനുവാദത്തോടെ ആകാം. ഇപ്പം ഞാൻ പറഞ്ഞ ലോജിക്കലി കറക്റ്റ് അല്ലേ? റൈറ്റ്. ഒരു കാലഘട്ടത്ത് ഇപ്പം മലയാള സിനിമയിലെ പല പ്രമുഖന്മാരും പറഞ്ഞുകൊണ്ടിരുന്ന സന്തോഷ് പണ്ഡിതിന്റെ സിനിമകൾ മലയാള സിനിമയിലെ നിലവാരം കുറയ്ക്കുന്നു, മലയാള സിനിമയെ തകർക്കുന്നു, ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നൊക്കെ അല്ലേ. ഇപ്പൊ സന്തോഷ് പണ്ഡിതിന് എന്ത് തോന്നുന്നു മലയാള സിനിമയെ കാണുമ്പോൾ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതിയ അറിവല്ല, ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം അന്ന് പറഞ്ഞിരുന്നത് ഇയാൾ ലോ ബജറ്റ് സിനിമ ചെയ്യുന്നു അല്ലെങ്കിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു, ഇതൊക്കെയായിരുന്നു പറഞ്ഞു. ഞാൻ പറയുന്നു ഒരു സിനിമ ഇപ്പോൾ ഈ ന്യൂസെല്ലാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്ക് ഞാൻ സന്തോഷമായിട്ട് പറഞ്ഞ് മനസ്സിലാവും. ഈ ന്യൂസെല്ലാം അവരെ എങ്ങനെ അലക്കുന്നതെന്നറിയോ? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഭയങ്കര ഇതിലാണ് പോകുന്നത് ഇതൊക്കെ. അപ്പോൾ അതേപോലെ അന്ന് ഈ നടി പീഡിപ്പിക്കപ്പെട്ട സമയത്തൊക്കെ അന്ന് ഞാൻ ഡൽഹിയിലൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഹിന്ദി തോന്നുന്നു അതിൽ മെയിൻ പേജിൽ പ്രമുഖ നടനെ ജാമ്യം കിട്ടിയിട്ടില്ല, കുറേ ഉണ്ടല്ലേ കണ്ടിന്യൂസ്ലി ജാമ്യത്തിന് വേണ്ടി അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇവിടെ ഒരു ഡൽഹിയിലൊക്കെ ഇതൊരു ന്യൂസാണല്ലേ, മെയിൻ ന്യൂസാണ്. ഇന്നും ജാമ്യം നിഷേധിച്ചു എന്നൊക്കെ പറയുന്നത് മെയിൻ ന്യൂസാണ്. അപ്പം നമ്മളവിടുത്തെ ന്യൂസൊക്കെ മറ്റോള് പീഡിപ്പിച്ചില്ല ഓളെന്തോ പറയണം, നിങ്ങൾ മലയാള സിനിമയെ തകർക്കല്ലേ എന്നൊക്കെ നമ്മളിവിടുന്ന് പറയുമ്പോൾ ഇവിടെ സംഘടനയിൽ നിന്ന് ഒരു നടൻ രാജിവെച്ചു. അല്ല ഇതിലല്ല, എനിക്ക് താല്പര്യമില്ല, ഇനി സംഘടനയായിട്ട് പോകുന്നിട്ട് കുറേ പേര് രാജിവെക്കുന്ന ഒരു നടൻ രാജിവെച്ചതാണ്. ഇതുപോലും മറ്റേ സ്റ്റേറ്റിലുള്ള ആളുകൾ എങ്ങനെയൊക്കെ പറഞ്ഞെന്നറിയോ? ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വന്നു, ഇന്ന നടൻ രാജിവെച്ചു. കേൾക്കുന്നവർ വിചാരിക്കും ഈ നടൻ എന്താ ആരെയോ പീഡിപ്പിച്ചെന്ന്. അങ്ങനെ പീഡിപ്പിച്ച് രാജിവെച്ചല്ല. ഇപ്പൊ ലാലേട്ടന്റെ പേര് പോലും പല സമയത്തും ഇത്തരത്തിൽ വലിച്ചഴിക്കുന്നുണ്ടല്ലോ. അതാ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വന്നാലും ഞാൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള ഈ ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകളാണ്, അതിൻ്റെ മാക്സിമം അതിനൊക്കെ ആയിട്ട് തന്നെ ഒരു ടീമും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് വിഷയം വന്നാലും അതാ ഞാൻ പറയുന്നത്, അദ്ദേഹം സംഘടനയിൽ നിന്ന് രാജിവെച്ച കേസ് പോലും അതെല്ലാം മാറ്റിമറിച്ച് അത് കേൾക്കുന്നവർക്കൊരു തെറ്റിദ്ധാരണ നമുക്കറിയാം. പക്ഷെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ അതൊരു തെറ്റിദ്ധാരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുന്ന് ന്യൂസ് പോകുന്നത്. ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തിനൊരു പരിധിയുണ്ട്. 3 മാഫിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ഇതിനൊക്കെ ഇത് പിന്നെ അവിടെ ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് പുറമെ എങ്ങനെയാണോ അതുപോലെയാണ് ഇവർ, അയ്യോ പാവങ്ങൾ ഇങ്ങനെയൊക്കെ. ഒരു ലെവല് വിട്ട് കഴിഞ്ഞാൽ ജനങ്ങളതായ രീതിയിൽ അവർ ഇപ്പം പല പ്രേക്ഷകരും ഇപ്പം നമ്മളുമായിട്ട് സംസാരിക്കാൻ നേരത്തൊക്കെ ഷെയർ ചെയ്യുന്നത് സിനിമ കാണാൻ തോന്നുന്നില്ല. ആ ഇത് പറഞ്ഞത് ഈ വിഗ്രഹങ്ങൾ ഉടയാൻ നേരത്ത് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? വിഗ്രഹം ഉടഞ്ഞാലും അല്ല കുറച്ച് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഒക്കെ അങ്ങനെ ഒപ്പിച്ചു വെക്കാം. പക്ഷെ പഴയ ഭംഗി ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. കാരണം ഏറ്റവും ചുരുങ്ങിയ വർഷം എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് ജനങ്ങൾ ഇപ്പം മനസ്സിലാക്കി വന്നതാണ് ഞാൻ പറയുന്നത്. 1974 ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഏറ്റവും ചുരുങ്ങിയ വർഷം സർക്കാർ 1974 വിജയശ്രീ എന്ന് പറയുന്ന നടിയുടെ ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഒരു സംഭവം ഉണ്ടാവുകയും ഇത്രയും വലിയ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ആ സമയത്ത് ഹേമ കമ്മീഷൻ പോലുള്ള ഒരു കമ്മിറ്റി വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് 2024 ഇങ്ങനൊരു ഹേമ കമ്മീഷൻ വെക്കേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല. ഇതാണ് സത്യം. അന്നേ അതിന് വേണ്ട പണികൾ കൊടുത്തു. ശരി, ഇനിയെങ്കിലും ഞാൻ പറയുന്നു 60 പേജ് മിസ്സിംഗ് ആണ്. പിന്നെ നമ്മളെ കൂട്ടുകാരനാണ്, എനിക്കറിയില്ല, അതൊന്നും
എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഇനിയെങ്കിലും ഇതിലൊരു സർക്കാർ ഒരു എന്താണോ അതില്ലേ അത് സർക്കാരല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഒരു സജഷൻ, എല്ലാവർക്കും കൂടിയായിട്ടുള്ളൊരു സംഘടന സർക്കാർ തുടങ്ങുക. എൻ്റെ ഒരു അഭിപ്രായമാണ്. സർക്കാർ കോൺക്ലേവ് നടത്തുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു സംഘടന പുതുതായിട്ട് തുടങ്ങുക, എല്ലാവർക്കും കൂടിയുള്ള ഒരു 1000 രൂപ വെച്ചിട്ട് ആർക്കും ചെയ്യാം, നിങ്ങൾക്കോ എനിക്കോ ആർക്കും ചെയ്യാം. എന്നിട്ട് സർക്കാർ തന്നെ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത്, അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരു പെൺകുട്ടിയെ വിടുക. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ പെൺകുട്ടികളുടെ കാര്യമൊക്കെ ഈ സ്ത്രീ വേണം നോക്കാൻ. ആ സ്ത്രീക്ക് ഒരു 1000 രൂപ കൊടുക്കാൻ പറയാം നിർമ്മാതാവിനോട്. അപ്പം നിങ്ങൾക്കിത് സ്ത്രീകൾക്ക് മാത്രം ഒരു ലോഡ്ജ്, പുരുഷന്മാർക്ക് മാത്രം ലോഡ്ജ്, അല്ല മെയിൻ നടന്മാർക്കൊക്കെ വലിയ ലോഡ്ജ്. എന്നാലും അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കുറച്ചുകൂടിയൊക്കെ ഒരു ചോദിക്കാനും പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അതേപോലെ കള്ളും കഞ്ചാവും ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അതിന് ആദ്യം എന്ത് വേണം? ഇവിടുത്തെ സ്കൂളിലും കോളേജുകളിലൊക്കെ കഞ്ചാവും MDMA വിതരണം ചെയ്യുന്ന ആളുകൾ ആദ്യം പിടിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ അത് പ്രമുഖരാകുമ്പോൾ, അപ്പം ഇവിടുത്തെ വിഷയം എന്താണ്? ഈ പ്രമുഖരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിലെ റൂട്ട് കോസ്. ഈ സ്കൂളിലും കോളേജ് അവിടെ നിശാ പാർട്ടികളെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇപ്പോൾ ആർക്കെതിരെയും അന്വേഷണം വന്നിട്ടില്ലെങ്കിൽ ഈ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ പഞ്ചാബിലെ പട്യാല എന്നുള്ള സ്ഥലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കഞ്ചാവും MDMAയും വിതരണം ചെയ്യുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് എറണാകുളമാണ്, സെക്കൻഡ്. അപ്പോൾ ദാറ്റ് ഈസ് സീരിയസ്. അപ്പോൾ എവിടെയാണ് ഇത് വരുന്നത്? റൂട്ടിൽ പിടിച്ചു പോകണം നിങ്ങളിങ്ങനെ. അപ്പോൾ ഒരു പെർസെപ്ഷനിൽ പറയുന്നത് വെച്ചാൽ ഈ നടന്മാർ അല്ലെങ്കിൽ ചില സംവിധായകർ, ചില നിർമ്മാതാക്കൾ ഇതിനുള്ളിലൂടെ അവരിലൂടെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഒരാളെ പിടിക്കുകയാണെങ്കിൽ അത് കൃത്യമായി ഏതെങ്കിലും ഒരുത്തനെ അവർ കരിയറെ പിടിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നില്ല? അന്വേഷിച്ച് വരുമ്പോൾ പ്രമുഖനാകുമ്പോൾ അഴിഞ്ഞു പോകുന്നതാണോ? പക്ഷെ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അത് മാത്രമായിട്ട് അന്വേഷണം വരണം. നിങ്ങൾ സംവിധായകനോ നടിക്കെതിരെ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം എറണാകുളം എന്ന് പറയുന്ന ജില്ലയിൽ അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? അവിടെ നിശാ പാർട്ടി നടത്തുന്നത് പലപ്പോഴും നടന്മാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരാണോ? അല്ല. അപ്പം ഞാൻ പറയുന്നത് ഇത്രയും പോകണമെന്നില്ല. ഒരു സ്കൂളിലോ ഒരു കോളേജോ കേന്ദ്രീകരിച്ച്, ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്, വേറെ വിഷയം. അവർക്ക് അതിൻ്റെ യഥാർത്ഥ കണ്ണിയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ എക്സിനെ പിടിച്ചു, ഇവനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ എടാ ഭയങ്കര എന്ന് പറയും. ഇവനെ കൊടുത്തവൻ ആര്? അവനെ കൊടുത്തവൻ ആര്? ഇതിൻ്റെ മെയിൻ ഹെഡ് ആര്? ഈ മെയിൻ ഹെഡിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേസൊന്നും എവിടെ എത്തൂല. പ്രത്യേകിച്ച് അവയവ മാഫിയ, കഞ്ചാവ് മാഫിയ, ഇതൊക്കെ എത്ര ആവേശത്തിൽ തുടങ്ങിയാൽ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പരിപാടി തീരും. സ്വർണ്ണക്കടത്തും ഇങ്ങനെ തന്നെയാണ്. കറക്റ്റ് സ്വർണ്ണം ആരാ കടത്തിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ടല്ല അത് ഇങ്ങനെയൊക്കെ ആവും. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി സന്തോഷ് പണ്ഡിതിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ എൻ്റെ 12ാമത്തെ സിനിമ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 100-ലധികം പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട്. അല്ല, ഡയലോഗ് ഉള്ളതിന് 100ഓളം ആളുകൾ വരുന്നു. 5 ലക്ഷം രൂപ ബജറ്റിലാണ് സിനിമയൊക്കെ പോകുന്നത്. 5 വർഷത്തിന് ശേഷം നമ്മുടെ പ്രവാസികളെല്ലാം തിരിച്ചു വരികയും കേരള സംസ്ഥാനം, അപ്പോൾ എങ്ങനെയായിരിക്കും കേരള സംസ്ഥാനം അതിനെ കാണുക എന്നുള്ളത് ഒരു നായകൻ്റെ പെർസെപ്ഷൻ, അയാളുടെ ജീവിതത്തിലൂടെ കഥ പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ 5 ലക്ഷം രൂപ ബജറ്റേ വരുന്നുള്ളൂ. കാരണം നമുക്കിപ്പോൾ സിനിമയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ പൈസ ചിലവാക്കുന്നുള്ളൂ, മറ്റ് കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുന്നില്ല. അല്ല, അത് ബജറ്റ് കുറയ്ക്കാൻ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം നമുക്ക് സാധാരണഗതിയിലാണെങ്കിൽ ഒരു നടി വരികയാണെങ്കിൽ നമുക്കൊരു 800 രൂപയുടെയൊക്കെ റൂം എടുത്ത് കൊടുത്താൽ മതി. നമുക്ക് മറ്റ് കലാപരിപാടികളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വലിയ 5000-ൻ്റെ റൂം കൊടുക്കേണ്ടി വരും. അവർ പറയുന്നതൊക്കെ ചെയ്യേണ്ടി വരും. 7 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ കുട്ടി 11 മണിക്ക് വന്നാൽ ഞാൻ കേൾക്കേണ്ടി വരും, ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പല ആൽബങ്ങൾ പോലും ശരിക്കും നിന്ന് പോകുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ശരി, സിനിമേൻ്റെ കാര്യം പറഞ്ഞോളം തന്നെ ഒരു കാര്യമായിരുന്നു ഈ ആൽബത്തിൻ്റെ കാര്യം. ഈ പല ആൽബങ്ങളും ഷോർട്ട് ഫിലിമും പുറത്തിറങ്ങുന്നില്ല. കാരണം ഈ പെണ്ണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും അല്ല, നിന്നുപോയ കാര്യം പറയുന്നത്. ഈ പെൺകുട്ടി സഹകരിച്ചാൽ അങ്ങേര് പിന്നെ അത് എഡിറ്റ് ചെയ്യില്ല. നിങ്ങളുടെ ആൽബമൊക്കെ ഒരു ചെക്കൻ വന്നു, അവൻ്റെ ചില്ലറ വാങ്ങിച്ചു, എന്തോ ആട്ടെ, ചിലപ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ത്, ഈ പെൺകുട്ടി സഹകരിച്ചാൽ, പഞ്ചാരടിക്ക് സഹകരിച്ചാൽ ഇയാൾക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അതിന് കുറച്ച് പൈസ ചിലവുണ്ട്. ഇതിപ്പോൾ യൂട്യൂബിലിട്ട വരുമാനം കൊണ്ടൊന്നും ഈ കോടീശ്വരന് ജീവിക്കേണ്ട ആവശ്യമില്ല. പെൺകുട്ടി സഹകരിച്ചില്ല, അയ്യേ എനിക്ക് ഇയാളെ വേണ്ട, ഞാൻ അഭിനയിച്ചു പോകും എന്നങ്ങാൻ കുട്ടി പറഞ്ഞാൽ നിർമ്മാതാവ് ഓടിപ്പോവും. അപ്പോഴും അവിടെ അയാളത് എഡിറ്റ് ചെയ്യില്ല. സഹകരിച്ചാലും നടക്കൂല, സഹകരിച്ചിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങൂല. അത് ഷൂട്ടിങ് മാത്രമാണ് നടക്കുന്നത്.
അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും 5 ലക്ഷം രൂപ ബജറ്റ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സ്വന്തം ക്യാമറയും എല്ലാ സംവിധാനം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി സിനിമയായിരിക്കും, എല്ലാവരും കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.